ഞാൻ ഷിജു ഭക്തൻ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ ആനന്ദ് മധുസൂദനൻ വിശേഷം തന്നെയാണ് ഏറ്റവും പുതിയ വിശേഷം. അപ്പോൾ വിശേഷത്തിന്റെ വിശേഷങ്ങൾ തന്നെ ആയിക്കോട്ടെ. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ തിയേറ്ററിൽ വന്നപ്പോൾ കാണാൻ പറ്റാതിരുന്ന ഒരു വലിയ പക്ഷം ആളുകൾ കണ്ട് 24 മണിക്കൂർ എനിക്ക് മെസ്സേജും കോളുമായിട്ട് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകാൻ പറ്റിയത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ഇന്നിന്ന കാര്യങ്ങൾ പറയരുത്, അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ സൂക്ഷിച്ചേ പറയാവുള്ളൂ എന്നൊരു ഡിമാൻഡിങ് ഉണ്ടല്ലോ പൊതുവെ. ഈ തിരക്കഥയ്ക്ക് ഉണ്ടാകുന്ന കാര്യം ഒരു നൂൽപ്പാലത്തുമ്പോൾ പോകുന്ന തിരക്കഥയാണ്. കാരണം ഇതിന് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര വൾഗറായി മാറാം. കൊച്ചു കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ നേരത്ത് ഉരുളക്കകത്ത് മീൻ കഷ്ണം ഉണ്ടെന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു കൊടുക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഇത് ഇത്തരത്തിൽ അതിനെ പാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ക്ലിയർ ആയിരുന്നു. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം ഈ സിനിമയിലെ പാട്ടുകളുടെ പ്ലേസ്മെന്റ് ആണ്. ആ സീനിന്റെ കംപ്ലീറ്റ് സോളുകളും ഇതിലെല്ലാ പാട്ടുകളിലും ഉണ്ട്. ഞാൻ മ്യൂസിക് ഡയറക്ടറായിട്ട് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ളതുകൊണ്ട് തിരക്കഥ എഴുതുമ്പോൾ മ്യൂസിക് എന്നെ സ്വാധീനിക്കരുത്, സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ആ കഥയ്ക്ക് വേണ്ടി സംഗീതം ചെയ്യുക എന്നുള്ള ഫോർമാറ്റ് വളരെ കൃത്യമായി പാലിക്കുന്ന ഒരാളാണ് ഞാൻ. ചിന്നു മാമിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആസ് ആൻ ആക്ട്രസ് ഈ സിനിമ എലിവേറ്റ് ചെയ്യാൻ എന്തുമാത്രം സഹായിച്ചിട്ടുണ്ട്? അതിഗംഭീരമായിട്ട് അതിന് വളരെ കൃത്യമായി ഇൻവോൾവ്മെന്റ് കൊടുത്ത് അത് എത്ര വരെ പോകാം. ഒരു ഇമോഷണൽ സീക്വൻസിനൊക്കെ ഭയങ്കര അപകടം ഉണ്ട്. വിശേഷം എന്ന സിനിമ എൻ്റെ ജീവിതത്തിലെ വലിയൊരു വിശേഷമാണ്. തുടർന്നുള്ള നല്ല വിശേഷങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. നിങ്ങളൊരു സൂപ്പർ ഹീറോ. ഹലോ ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മെയിൻ ക്യാരക്ടർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഞാൻ ഷിജു ഭക്തൻ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ ആനന്ദ് മധുസൂദനൻ? ഷിജു ഭക്തനായി നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ആനന്ദ് മധുസൂദനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ, എന്തൊക്കെയാണ് പുതിയ വിശേഷം? വിശേഷം തന്നെയാണ് ഏറ്റവും പുതിയ വിശേഷം. അപ്പോൾ വിശേഷത്തിന്റെ വിശേഷങ്ങൾ തന്നെ ആയിക്കോട്ടെ. വിശേഷം ഇപ്പോൾ OTTയിൽ പോകുന്നു. ആമസോൺ പ്രൈമിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ തിയേറ്ററിൽ വന്നപ്പോൾ കാണാൻ പറ്റാതിരുന്ന ഒരു വലിയ പക്ഷം ആളുകൾ കണ്ട് ദൈനംദിനം 24 മണിക്കൂർ എനിക്ക് മെസ്സേജും കോളുമായിട്ട് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകാൻ പറ്റിയത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു. അതെ, ഒരുപാട് സന്തോഷമുള്ളൊരു സന്തോഷമുള്ള. ഇപ്പം തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്താണെങ്കിലും സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടിയിരുന്നു. ഇപ്പോൾ OTTയിൽ വന്നപ്പം കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തി. എനിക്ക് പേഴ്സണലി ഈ സിനിമ കണ്ട സമയത്ത് എനിക്ക് നേരിട്ട് സംസാരിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയ ഒരാളാണ് ഷിജു ഭക്തൻ. സന്തോഷം. എനിക്ക് അയാളെ കണ്ടിട്ട് നേരിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു, ഷിജു നിങ്ങളൊരു സൂപ്പർ ഹീറോ. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇവിടെ ദൈനംദിനം നടക്കുന്ന, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ അയൽവക്കത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഒക്കെ ഉള്ള ആളുകളുടെ കഥ തന്നെയാണ് നമ്മൾ പറയാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് വിശേഷത്തിലൂടെ. അപ്പോൾ അന്നേരം ഈ കഥ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നൊരു അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നൊരു വിഷയത്തെ തുടർന്നുണ്ടാവുന്ന കാര്യത്തിനെ കുറിച്ച് നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഏറ്റവും സാധാരണക്കാരിലൂടെ പറയുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ കഥ കഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ ഇവര് ദുരന്ത കാവ്യമായി പോയല്ലോ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതിൽ വളരെ പർട്ടിക്കുലർ ആയിരുന്നു. നമുക്ക് ചിരിക്കാനും സന്തോഷിക്കാനും ജീവിക്കാനും പ്രേരിപ്പിക്കുന്ന കഥകൾ ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത്തരത്തിൽ മുന്നോട്ട് വയ്ക്കാവുന്ന കഥാപാത്രങ്ങളും കഥയുമായിരിക്കണം ഇത് എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഷിജു ഭക്തനിലേക്ക് വരുന്നത് അങ്ങനെയാണ്. ഷിജു ഭക്തൻ മോട്ടിവേഷണൽ സ്പീക്കറാണ്. പക്ഷേ അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും അയാൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടായിട്ടില്ല ആദ്യ കാലഘട്ടത്തിൽ. അയാൾ സ്വയം കണ്ടെത്തുന്നതാണ് അയാളുടെ ജീവിതത്തിലെ മോട്ടിവേഷൻ എന്താണ്, ഇൻസ്പിറേഷൻ എന്താണെന്നുള്ളതൊക്കെ. ഇനി കൂടാതെ നമ്മൾ അതിൻ്റെ ഓർഗാനിക് സൈഡ് ഒക്കെ പറയുന്നുണ്ട്. ഒരു ഈ ഭയങ്കര യാന്ത്രികമായ ഒരു ലോകത്ത് വളരെ ഓർഗാനിക്കായിട്ട് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഏതാ മനുഷ്യനേതാന്ന് തിരിച്ചറിയാത്ത കാലഘട്ടത്തിൽ കൂടിയാണ് പോകുന്നത്. അവിടെ ഒരാൾ തൻ്റെ സ്വത്വം എന്താണെന്ന് അറിഞ്ഞ് അവിടെ നിൽക്കാൻ വേണ്ടി പെടാപ്പാട് വിടുന്ന ഒരു മലയാളിയുടെ രൂപമായിട്ടാണ് ഞാൻ ഷിജു ഭക്തനെ കാണുന്നത്. അതെ, അപ്പം ഇത്ര സെൻസിറ്റീവായിട്ടൊരു ടോപ്പിക്ക് എടുത്ത് സിനിമയാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ഒരു പബ്ലിക് ഡൊമൈനിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നൊരു സമയത്ത് ഇന്നിന്ന കാര്യങ്ങൾ പറയരുത്, അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ സൂക്ഷിച്ചേ പറയാവുള്ളൂ എന്നൊരു ഡിമാൻഡിങ് ഉണ്ടല്ലോ പൊതുവെ. അപ്പം ആ ഒരു തരത്തിൽ തന്നെയാണോ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിരുന്നത്? ഈ ഒരു ഇതിനപ്പുറത്തേക്ക് ഇത് പറയണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ ലിമിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതായത് ഈ തിരക്കഥയ്ക്ക് ഉണ്ടാകുന്ന കാര്യം ഒരു നൂൽപ്പാലത്തുമ്പോൾ പോകുന്ന തിരക്കഥയാണ്. കാരണം ഇതിന് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര വൾഗറായി മാറാം. അങ്ങനെയുള്ളൊരു പ്രശ്നം ഒരു സൈഡിലുണ്ട്. ഈ കാരണം പറയുന്ന വിഷയം സെക്സിനെ ഊന്നി നിൽക്കുന്നതാണ്. അപ്പോൾ ആ വാക്കേ ടാബുമായിട്ട് നടക്കുന്ന ആൾക്കാർ
ഉണ്ട്. ശരിയാണ്. അപ്പോൾ എന്നാൽ അത് തോന്നരുത്. ആ നമ്മൾ തോന്നാതെ വേണം പറയാൻ, രസകരമായി പറഞ്ഞു പോകണം, ഒരു തമാശ പോലെ അതങ്ങ് പറഞ്ഞ് അവതരിപ്പിക്കണം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഈ കൊച്ചു കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ നേരത്ത് ഉരുളക്കകത്ത് മീൻ കഷ്ണം ഉണ്ടെന്ന് പറഞ്ഞ് ഒളിപ്പിച്ച് കൊടുക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. സംഭവം ചോറ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം, പക്ഷെ ഉള്ളിലുള്ള മീനാണ് നമ്മുടെ ആകർഷണം, കണ്ടന്റ്. അപ്പൊ ഇത് ഇത്തരത്തിൽ അതിനെ പാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ക്ലിയർ ആയിരുന്നു. പിന്നെ ഇപ്പോഴും പറയുമ്പോൾ ഞാൻ പറയും, അതിനകത്ത് ചില സ്റ്റേറ്റ്മെന്റുകൾ ചിലർക്കെങ്കിലും ആർക്കും വേദനിപ്പിക്കാതെ പറയാനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട് പരമാവധി. എനിക്കറിയില്ല, എന്നിട്ടും വേദനിച്ചിട്ടുള്ളവരുണ്ടാവാം, ഞാൻ ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ പരമാവധി എൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ സിനിമയുടെ സംവിധായകന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഞങ്ങൾ ആസ് എ ടീം പരമാവധി ആരെയും വേദനിപ്പിക്കാതെ എത്രത്തോളം നമുക്ക് ലൈറ്റായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം എന്നുള്ളൊരു ചിന്തയാണ് ഉണ്ടായിട്ടുള്ളത്. ചേട്ടാ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിനിമകൾ ഒരുപാട് സ്ക്രൂട്ടിനി ചെയ്യപ്പെടുന്നുള്ളൂ. ഇപ്പോൾ ഈ നമ്മൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ തന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി ഷേമിങ് തമാശകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളൊരു പരിപാടി ഇപ്പോൾ ഉള്ള സമയത്ത് ഇങ്ങനൊരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയം അത് നമ്മുടെ റൈറ്ററിൻ്റെ ലിബർട്ടി ഏതെങ്കിലും തരത്തിൽ ബാധിക്കും എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതായത് എഴുതുമ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആരെയും വേദനിപ്പിക്കരുത് എന്ന് പറയുന്ന ആശയം നമ്മൾക്കുണ്ടെങ്കിൽ അതൊരു നമ്മുടെ ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ എത്തിക്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്ന കുറേ കാര്യങ്ങളാണ്. അത്തരത്തിൽ നമ്മൾ കീപ്പ് ചെയ്ത് എഴുതാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ആശയക്കുഴപ്പത്തിലായിപ്പോവും ചില നേരത്തെങ്കിലും. കാരണം ഇത് പറഞ്ഞാൽ ഒരാൾക്കെങ്കിലും വേദനിക്കൂ, അയാൾ വിഷമത്തിലാവൂ, അയാളെ ബുദ്ധിമുട്ടിക്കാതെ ഇത് കാര്യം പറയാൻ പറ്റൂ, എങ്ങനെ പറയാൻ പറ്റും, ഇങ്ങനെ 100,000 കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഇന്ന് ഒരു വരിയോ ഡയലോഗോ ഒക്കെ പറയാൻ. അപ്പോൾ അതൊരു വിഷമകരമായ അവസ്ഥ തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് മുഖത്ത് നോക്കി പറയേണ്ട ഒരു കാര്യം നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയെന്ന് വരില്ല. അത് ബോഡി ഷേമിങ്ങിന്റെ കാര്യം പോലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ചില നേരത്ത് ഇതൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറെ വാക്കുകളായിട്ട് എവിടെയൊക്കെ മാറിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മളൊരു മിസാൻട്രി എന്നൊക്കെ പറയുന്ന പോലെ ഉദ്ദേശിച്ച വാക്ക് ഫെമിനിസം എന്നുള്ള വാക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്നു, ബോഡി ഷേമിങ് തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഇതിന്റെ ശരിയായ അർത്ഥം എന്താന്ന് ഉള്ളത് മനസ്സിലാക്കാതെ അത് ഇതാണെന്ന് മനസ്സിലാക്കി ആദ്യമേ ഒരു മുൻധാരണയിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടാണ് എഴുതാൻ. കാരണം നമ്മൾ എത്ര പറഞ്ഞ് കൺവിൻസ് ചെയ്താലും അവർ കൺവിൻസ്ഡ് ആവില്ല. അപ്പം അതൊരു വിഷമകരമായ അവസ്ഥയാണ്. എഴുതുമ്പോൾ മതം വിഷയമാണ്, ജാതി വിഷയമാണ്, ബോഡി വിഷയമാണ്, എല്ലാ വിഷയമാണ് ഇന്നത്തെ കാലത്ത്. അതെ. അപ്പം ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് സാധാരണ റൈറ്റേഴ്സ് ബ്ലോക്ക് അല്ല, അത് അത് ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് നമ്മൾ അതിനെ ഞാൻ വിമർശിക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ അതിനെ എങ്ങനെ ഒരു സമൂഹത്തിന്റെ മാറ്റമാണത്. അപ്പൊ ആ മാറ്റത്തിനെ നമുക്ക് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ട്. നമുക്ക് അത് അവർക്ക് മനസ്സിലാവാൻ ആണല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവാനാണ് നമ്മളൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷന്റെ ക്ലാസ് എടുത്ത് പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പം ആർക്കാണോ നമ്മൾ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നത് ആ ലെവലിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ അവരുടെ ഒപ്പം നിൽക്കുക, അവർക്ക് തോന്നണം നമ്മൾ അവരിൽ ആളാണ്. അത് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് തോന്നുന്നു. നിങ്ങളുടെ ഒപ്പമാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ബഹുഭൂരിപക്ഷത്തിനും എൻ്റെ അനുഭവത്തിൽ അത് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് വായിക്കുന്ന ആളാണോ ചേട്ടൻ? അല്ല, ഞാൻ വളരെ വായിക്കും. ഞാൻ അങ്ങനെ വലിയ വായനക്കാരെന്ന് പറയാറില്ല, കാരണം എന്നെക്കാൾ നന്നായി വായിക്കുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻസ് ഒക്കെ ഗെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഴ്സസ് എങ്ങനെയൊക്കെയാണ്? സിനിമകൾ കണ്ടിട്ടാണോ? ഞാൻ മെയിനായിട്ട് സിനിമ കാണും. സിനിമ എല്ലാ ദിവസവും ഒരു സിനിമയെങ്കിലും കണ്ടിരിക്കും എന്തായാലും, അതില്ലാതെ പറ്റില്ല എനിക്ക്. അതൊരു മരുന്ന് കഴിക്കുന്ന പോലത്തെ കാര്യം. എല്ലാ ദിവസവും കാണും. കൂടാതെ എപ്പോഴും ഉണ്ടാകുന്ന കാര്യം സംസാരിക്കുമ്പോൾ അതിനകത്ത് ശരി എന്ത് നോക്കിയിട്ടെന്നല്ല സംസാരിക്കുന്നത്, എല്ലാം കേൾക്കും. ആ എല്ലാം കേൾക്കുക എന്നുള്ളിടത്ത് നമുക്ക് ശരിയും തെറ്റൊക്കെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ചില അഭിപ്രായങ്ങളാണ്. ഇതാണ് ഇപ്പം നമുക്കൊരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ രാഷ്ട്രീയം തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് അയാളുടെയാണ്, അയാളുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ പോലെ അത് കേൾക്കുക, കേട്ടിട്ട് നമ്മുടെ അഭിപ്രായം അതല്ല എന്ന് നമുക്ക് രേഖപ്പെടുത്താം. അപ്പോൾ ഇത്തരത്തിലുള്ള സംവാദങ്ങളും ചർച്ചകളും നല്ല സംഭാഷണങ്ങളും ഒക്കെ ഉള്ളിടത്ത് ഞാൻ പോയി ഇരിക്കാറുണ്ട്. എൻ്റെ കൂട്ടുകാരോടൊത്തും അല്ലാത്ത തികച്ചും അപരിചിതരായവരോടൊക്കെ ഞാൻ സംസാരിക്കുന്ന ആളാണ്. ഈ സംസാരം ഭയങ്കരമായിട്ട് എനിക്ക് ഗുണം ചെയ്യാറുണ്ട്. ചേട്ടാ, ഈ ഒരു കഥ എഴുതുന്ന സമയത്ത് അപ്പം ഒരു ചേട്ടൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഈ കഥയ്ക്ക് ഉണ്ടാവുമല്ലോ, ചേട്ടൻ്റെ ഒരു വിഷൻ ആയിരിക്കും എഴുതുന്ന സമയത്ത് ഉണ്ടാവുക. ഇത് സൂരജ് ടോം എന്ന് പറയുന്നൊരു ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് സിനിമയാകുന്ന സമയത്ത്?
സൂരജേട്ടൻ എന്ന് പറഞ്ഞ സംവിധായകൻ ഭയങ്കര വിഷ്വൽ കോൺസെപ്റ്റുകളുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹം ആഡ് ഫിലിമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് സിനിമയിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രെയിമുകളും അദ്ദേഹം കഥ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷ്വൽ ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസകരമായിരിക്കും എപ്പോഴും. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബാലൻസ് ഉണ്ട് എപ്പോഴും. ഇതിനു മുമ്പ് ഞങ്ങൾ കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു ബാലൻസ് എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് സൈഡ് എന്ന് പറയുന്ന സാധനം പുള്ളി ഭയങ്കരമായിട്ട് കൂടെ വർക്ക് ചെയ്യുന്നവരെ പ്രൊമോട്ട് ചെയ്യുകയും ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് വലിയൊരു ക്വാളിറ്റിയാണ്, എല്ലാവർക്കും കിട്ടണം എന്നില്ല. അപ്പോൾ ആ ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഒരാൾ നിങ്ങളെ വിശ്വസിക്കുമ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനാണ് നമ്മളവിടെ ശ്രമിക്കുക സ്വാഭാവികമായിട്ടും. അതാണ് ശ്രമിച്ചിട്ടുള്ളതും. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എന്നുള്ളൊരു കാര്യത്തിനെ പ്രതി അഭിപ്രായങ്ങൾ പറയുകയും ഫോഴ്സ് ചെയ്യില്ല, എല്ലാം പുള്ളി കേൾക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായവും കേൾക്കും, എന്നിട്ട് ഇങ്ങനെ ചെയ്യാം എന്ന് പറയും. അപ്പോൾ വിഷ്വൽ ഒരു സീൻ കൊറിയോഗ്രാഫി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂരജേട്ടന് കൃത്യമായിട്ട് അറിയാം ഞാൻ ആ സീൻ എന്താന്നുള്ളത് വായിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഈ കൊറിയോഗ്രാഫി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് ഞങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി വർക്കാവുന്നത് അങ്ങനെയാണ്. സൂരജേട്ടൻ ഇത് കമ്പോസ് ചെയ്യും, ഞാനിപ്പോഴത്തെ എൻ്റെ സ്ക്രീൻ പ്ലേ കൃത്യമായിട്ട് ലോക്ക് ചെയ്യും. ഇത് ഞങ്ങൾക്കിടയിലുള്ള ഒരു കെമിസ്ട്രി വർക്കാവുന്നത് അത്തരത്തിലാണ്. ഒരു ഭാര്യയും ഭർത്താവും പോലെയാണ് ഡയറക്ടറും റൈറ്ററെന്നും പറയും. കാരണം അത്രയും കൃത്യമായിട്ട് ഇവരുടെ ബാലൻസ് കൃത്യമായില്ലെങ്കിൽ അത് സ്ക്രീനിൽ കാണും പ്രശ്നം എന്തായാലും. അപ്പോൾ അത്തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് തികഞ്ഞ തുറന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും അതൊരിക്കലും ഫോഴ്സ് ചെയ്യാതിരിക്കുകയും മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുന്നിടത്താണ് അതിൻ്റെ ലിബേർട്ടി എന്നുള്ള സാധനം ഉണ്ടാകുന്നതും. ആ സ്വാതന്ത്ര്യമാണ് നമ്മളെ വർക്ക് ചെയ്യാൻ ഏറ്റവും ഊർജ്ജം തരുന്ന കാര്യം. എനിക്ക് തോന്നുന്നു ആ ഒരു സിനർജി കറക്റ്റായിട്ട് ആ സ്ക്രീനിൽ കാണാനുണ്ട്. കാര്യം നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു വർക്കിൻ്റെ ഒരു ക്വാളിറ്റി ആ സിനിമയിലുണ്ട്. പിന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തോന്നിയൊരു കാര്യം ഈ സിനിമയിലെ പാട്ടുകളുടെ പ്ലേസ്മെൻ്റാണ്. അതായത് നമുക്ക് മെൻ്റലി ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന സമയത്ത് സാധാരണ അതിനെ ഹീൽ ചെയ്യാൻ ഒരു പാട്ട് വെക്കുക എന്നുള്ളതിലല്ലാതെ ആ സീനിൻ്റെ കംപ്ലീറ്റ് സോളുകളും ഇതിലെല്ലാ പാട്ടുകളിലും ഉണ്ട്. പ്രത്യേകിച്ച് അത്ഭുതം ആ പാട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്ലേസ്മെൻറ്റിൻ്റെ ഒക്കെ കാര്യം മുമ്പ് തൊട്ടേ തീരുമാനത്തിലുണ്ടായിരുന്നതാണോ അതോ ഗ്രാജുവലി സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങളാണ്? അല്ലല്ല, അതൊക്കെ സ്ക്രീൻ പ്ലേയിൽ തന്നെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഒന്നാമത് ഞാൻ മ്യൂസിക് ഡയറക്ടറായിട്ട് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ പർട്ടിക്കുലറായിട്ട് ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കഥ എഴുതുമ്പോൾ മ്യൂസിക് എന്നെ സ്വാധീനിക്കരുത് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ് എനിക്ക്. സംഗീതത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതരുത്, സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ആ കഥയ്ക്ക് വേണ്ടി സംഗീതം ചെയ്യുക എന്നുള്ള ഫോർമാറ്റ് വളരെ കൃത്യമായി പാലിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി കാരണം ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ് ആ കാര്യത്തിൽ. എനിക്ക് ടു കോൺഷ്യസ് ആകുന്നതിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ടുകളുടെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അനാവശ്യമായിട്ടൊരു പാട്ട് പോലും ഉണ്ടാവുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് സ്ക്രിപ്റ്റിനകത്ത്. അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഒരു കാലയളവ് പറയാനൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പാട്ട് ഉപയോഗിക്കുന്നത്. അത് പാട്ടാണ് എപ്പോഴും നല്ലത് അത്തരം കാര്യങ്ങൾക്ക്. അതെ, നമുക്ക് കാണിച്ചു പോകണം ഇത്തരം കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഈ അത്ഭുതം എന്നൊക്കെ ഉള്ള പാട്ടിന്റെ വേറൊരു ഭാഗം എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പറയാനും കൂടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിക്കാൻ കാര്യം അതാ, കാരണം ഷിജു ഭാര്യയ്ക്ക് ഒരു കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിനോട് ബന്ധപ്പെട്ടാണ് ഈ പാട്ട് കിടക്കുന്നത്. ആ ഡയലോഗിനെ തുറന്നാണ് ആ പാട്ട്. അതെ അതെ. അപ്പോൾ ആ ഡയലോഗാണ് ആദ്യം ഉണ്ടായത്. ആ ഡയലോഗ് ഉണ്ടായതിനു ശേഷം ഞാൻ ഈ സ്ക്രിപ്റ്റിന്റെ ഏറ്റവും ആദ്യത്തെ കാലഘട്ടത്തിൽ, അതായത് ഏറ്റവും ആദ്യത്തെ സമയത്ത് തന്നെ, ആദ്യ സമയങ്ങളിൽ തന്നെ ഉണ്ടായ ഡയലോഗാണത്. ഈവൻ സ്ക്രീൻ പ്ലേ ആയി മുഴുവനാവുന്നതിന് മുമ്പ് ഷിജു ഇങ്ങനെ സജിതയോട് പറയും എന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത ഡയലോഗ്. അതൊക്കെ ഒരു പോയിന്റിലിരുന്ന് ഇങ്ങനെ ചിന്തിച്ചതാണോ ഇങ്ങനെ കഥാപാത്രം? അതായത് എപ്പോഴും ഞാൻ സ്ക്രീൻ പ്ലേ എഴുതുന്നത് കഥ മുഴുവൻ ഇങ്ങനെ എഴുതി വരുന്നു അങ്ങനെയുള്ള രീതിയിലല്ല. എൻ്റെ മനസ്സിൽ പല സീനുകളിലെയും പല കാര്യങ്ങളും വരും ഐഡിയ ആയിട്ട്. ഇതെല്ലാം കൂടി കൾമിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് അതിൻ്റെ കഥ. നമുക്കറിയായിരിക്കും ഇതാണ് ഫ്രെയിം വർക്ക് എന്നുള്ളത്. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാവണം, അവിടെ ഒരു കാര്യം പറയണം, അത് ഇയാൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ള കാര്യം എനിക്ക് ക്ലിയർ ആണ് പലപ്പോഴും. അപ്പൊ അത്തരത്തിലുണ്ടായ ഡയലോഗാണ് അതല്ലേ. അതുപോലെ തന്നെ ഈ പറഞ്ഞ PCOD, ഈ ഒബൈസിറ്റി ഒക്കെ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളുടെ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്ത സിനിമകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിനെ ഇത്ര ഡീപ്പായിട്ട് വിസിറ്റ് ചെയ്ത സിനിമ വിശേഷമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ടോപ്പിക് എടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ പോയിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ പോയപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുമല്ലോ. അപ്പോൾ പലരുടെ ആവശ്യത്തിനായിട്ട് പല കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര കൗതുകം നിറഞ്ഞ കാഴ്ചയായിരുന്നു അവള്. എൻ്റെ അമ്മയ്ക്ക് പ്രായമായി,
പക്ഷെ മറ്റു സ്ത്രീകൾ പലരും അവിടെ ഗർഭിണികളായിരുന്നു ഉണ്ടായിരുന്നത്, അവരുടെ കൂടെ പുരുഷന്മാരുണ്ടായിരുന്നില്ല. അപ്പൊ അവര് പറയുന്ന കമന്റുകൾ എനിക്ക് അവിടെ ഇരുന്ന് കേൾക്കാം. എന്ന് മുതൽ പുറത്തേക്ക് ഈ നമ്മുടെ പുറം ലോകത്തേക്ക് ഇറങ്ങിയാൽ എത്ര ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ പരസ്യമാണ് നമ്മൾ കാണുന്നത്. ശരിയാണ്. അതാണ് അതിലെ ആദ്യത്തെ കാരണം സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ഐറണി എനിക്ക് തോന്നിയത്, ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനത്താണ് നമ്മൾ ഇരിക്കുന്നത്, ഇത്രയധികം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെയാണ് ഇത്രയധികം ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളും പ്രവർത്തിക്കുന്നത്. ഇതിനകത്തൊരു ഐറണി ഉണ്ട്, തീർച്ചയായിട്ടും ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഇത് എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു ഘടകമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇപ്പോൾ റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്ത് പോയി നോക്കി കഴിഞ്ഞാൽ ഇത്ര സ്ഥലം കിടക്കുന്നുണ്ട്, മനുഷ്യരില്ല. അപ്പോൾ അത് എന്നിൽ എപ്പോഴും കൗതുകം ഉണർത്തുന്ന ഈ ആളുകൾ മുഴുവൻ ഇവിടുന്ന് പലായനം ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു. നമ്മൾ പോകുന്നു എന്നുള്ളത് നോക്കുന്നുള്ളൂ, അവരെന്തിനു വിളിക്കുന്നു എന്നുള്ളത് ആലോചിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അറിയാം എന്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ളത്. ഇത്രയും സ്ഥലം കിടക്കുക. അപ്പോൾ ഇതൊരു ഭയങ്കര രസമുള്ള ഭാഗമായിട്ട് തോന്നി. നമ്മൾ പിന്നെയും ഈ കുഞ്ഞുങ്ങളുടെ പുറകെ നമ്മൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് മറ്റേ അറ്റത്ത് കുഞ്ഞുങ്ങളെ ഇല്ലാത്തൊരു അവസ്ഥ. അപ്പൊ ഇതൊക്കെ ഒരു നമ്മൾ ചെറിയ ലോകമായിട്ട് കണക്കാക്കാതെ, ഇതാകത്തൊക്കെ രാജ്യങ്ങളോ ഇതൊന്നും അതിർത്തികളൊന്നും ഇല്ലാതെ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് വന്നു എന്ന് കരുതുക. ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ ലോകാവസാനം എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നോട്ടീസ് വരുമല്ലോ, 2012 വരെ. ഞാൻ പറയുന്നത് ലോകം ഒരിക്കലും അവസാനിക്കുന്ന എനിക്ക് തോന്നണില്ല. പ്രപഞ്ചം ഇങ്ങനെ നിൽക്കും. ദിനോസറുകൾ വന്നു പോയ പോലെ മനുഷ്യൻ വന്നു പോകും. ഒരിക്കലും അത് സംഭവിക്കും. അതിലേക്കുള്ള വഴികൾ നമ്മൾ തന്നെ ഇട്ടുവയ്ക്കും. അതിൻ്റെ അത്തരം കാര്യങ്ങളുടെ തുടക്കത്തിലോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത്. അറിയില്ല, മുന്നോട്ട് പോകാനുള്ള വഴികൾ നമ്മൾ തന്നെ ഉണ്ടാവുകയായിരിക്കും. പക്ഷെ അത്തരം ചിന്തകളാണ് ഇത്തരം ഒരു കഥയിലേക്ക് വരുന്നത്. ഓക്കെ, ഞാനൊന്ന് റീവൈൻഡ് ചെയ്യാണ്. എനിക്ക് ചേട്ടൻ മ്യൂസിക് ഡയറക്ഷനിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നും മ്യൂസിക് ഡയറക്ടർ ടു റൈറ്ററിൽ നിന്നൊരു ആക്ടറിലേക്ക് മാറിയത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അവിടെ തൊട്ടൊന്ന് പറയാമോ, എങ്ങനെയാണ് മ്യൂസിക് ഡയറക്ഷനിലേക്ക് ആദ്യമായി വരുന്നത്? ഞാൻ ആദ്യം തൊട്ടേ മ്യൂസിക്കാണ് എനിക്ക് പാഷനും ഇഷ്ടവും ഒക്കെ ആയിട്ട് ഞാൻ നടക്കുന്നത്. ഞാൻ പഠിച്ചത് സൗണ്ട് എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ പരസ്യ ചിത്രങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്യുമായിരുന്നു, മ്യൂസിക് ജിംഗിൾസ് ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ സൂര്യചേട്ടനെ അടക്കമുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടുന്നത്. അങ്ങനെ അവസരങ്ങളും ഒക്കെ തേടി നടക്കുന്ന സമയത്താണ് രഞ്ജിത് ശങ്കർ സാറിൻ്റെ സിനിമയിലേക്ക്, ആദ്യം ഒരു സിനിമയിലേക്ക് വിളിച്ചത്, പക്ഷെ അത് അന്ന് നടന്നില്ല. പിന്നീട് മോളി ആൻറ്റി റോക്സ് എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതായിരുന്നു എൻ്റെ ആദ്യ സിനിമ. അപ്പോൾ ആദ്യ സിനിമ കഴിഞ്ഞ് ഒരു 4 വർഷത്തോളം, അതായത് 2012 ഞാൻ ചെയ്തിട്ട് 2016 വരെ എൻ്റെ കഥ വളരെ മോശമായിരുന്നു. എനിക്ക് മര്യാദയ്ക്ക് വർക്കുകളില്ല. പരസ്യങ്ങൾ എനിക്ക് നിരന്തരമായിട്ട് ഉണ്ടാവുമായിരുന്നു. പക്ഷേ സിനിമ ഞാൻ വേണ്ട പോലെ എനിക്കത് കിട്ടിയിരുന്നില്ല. എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ അവസരങ്ങൾ തേടി പോകണോ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നം തീരുന്നായിരുന്നു. അതൊരു വിഡ്ഢിത്തരമായിരുന്നു അന്നത്തെ എൻ്റെ പ്രായം അങ്ങനെയായിരുന്നു. അപ്പോൾ 4 വർഷത്തിന് ശേഷം എനിക്കിതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല, പരഗതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ഞാനിതെല്ലാം വിട്ടിട്ട് പോകാം ഇവിടെ നിന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് സൂരജേട്ടൻ്റെ പാവ എന്ന് പറഞ്ഞ ചിത്രം തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ പാട്ടില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. കഥ പോയി കേട്ടു. ആ കഥ കേട്ടതിൻ്റെ ആവേശത്തിന്, ആ സ്ക്രിപ്റ്റൊക്കെ ഭയങ്കര രസമാണ്. അജീഷ് പി തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്ററാണ് കഴിക്കുന്നത്. അദ്ദേഹം വരയ്ക്കൂ ഒക്കെ ചെയ്യും. അപ്പോൾ ഒരു സൈഡിൽ മറ്റേ അമർചിത്രകഥ പോലെ വരച്ചിട്ടുണ്ടാവും, ഇപ്പുറത്തെ സൈഡിൽ സ്ക്രീൻ പ്ലേ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ ഇത് കണ്ട കൗതുകത്തിൽ ഞാൻ റൂമിൽ പോയിട്ട് ഉടനെ ഉണ്ടാക്കിയൊരു ട്യൂണാണ് പൊടിമീശ മുളയ്ക്കണ കാലം എന്ന് പറഞ്ഞ് പിന്നീട് ആൾക്കാരെ ഏറ്റെടുത്ത പാട്ട്. അത് തികച്ചും സ്വാർത്ഥപരമായിട്ടുള്ള നിലനിൽപ്പിൻ്റെ ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കിയ പാട്ടാണ്. അത് അവരെ കേൾപ്പിക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തത് എൻ്റെ മഹാഭാഗ്യം. അപ്പോൾ അങ്ങനെ തുടർന്ന് ആ പാട്ട് ഹിറ്റാവുന്നു. എനിക്ക് തിരിച്ച് ഇവിടെ തന്നെ നിൽക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു. തുടർന്ന് ഞാൻ പ്രേതം, പുണ്യാളം പ്രൈവറ്റ് ലിമിറ്റഡ്, ഞാൻ മേരിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് രഞ്ജിത്ത് സാറിൻ്റെയും ജയേട്ടൻ്റെയൊക്കെ ഒപ്പമുള്ള പല സിനിമകൾ വർക്ക് ചെയ്യാൻ പറ്റുന്നു. ഇത് സംഭവിക്കുന്നതിൻ്റെ ഇടയിലാണ് കോവിഡിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ആക്ച്വലി വിശേഷത്തിൻ്റെ കഥയാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. കോവിഡിന് മുമ്പ്. അപ്പോൾ അത്രയും കാലം മുമ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്ന വിശേഷത്തിന്റെ കഥ ഞാൻ ആദ്യമായിട്ട് ത്രെഡ് പറയുന്നത് ആ സമയത്താണ്. പക്ഷെ അന്ന് അത് ഷൂട്ട് ചെയ്യാൻ, അപ്പോഴേക്കും കോവിഡ് ആയി, നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പരിമിതികളുണ്ടായിരുന്നു. ആ നേരത്താണ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും കഥയുണ്ടോ. അപ്പോൾ എനിക്ക് കഥ പറയുന്ന അസുഖമുണ്ട്. എന്തായാലും എൻ്റെ സുഹൃത്ത് സർക്കിളിലൊക്കെ അറിയാം എല്ലാവർക്കും.
ഇതിനു മുമ്പ് പല സ്ക്രിപ്റ്റുകൾ എനിക്ക് എഴുതാൻ മടിയാ, കഥ പറയാനാണ് ഇഷ്ടം. അപ്പോൾ എല്ലാവരും പറയും നീ എഴുത് എന്ന് പറഞ്ഞിട്ടാണ് പല സ്ക്രീൻ പ്ലേക്ക് എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു കഥ പറഞ്ഞ് ആലോചിച്ച് വിശേഷം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ഉടനെ ഉണ്ടായ പ്രോജക്റ്റാണ് കൃഷ്ണൻകുട്ടി പണി തുടങ്ങിയെന്ന് പറഞ്ഞ് പിന്നീട് ഞങ്ങൾ പോയി ചെയ്തത്. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വന്നു. ആ സിനിമയെ സംബന്ധിച്ച് എനിക്ക് നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട്, മോശം അഭിപ്രായം കിട്ടിയിട്ടുണ്ട്, രണ്ടും വന്നിട്ടുണ്ട്. ആ സിനിമയ്ക്ക് ഒരു സമ്മിശ്ര അഭിപ്രായം ഉണ്ടായിരുന്ന സിനിമയാണ്. ചിലർ നമ്മളെ ഒന്നും അറിയാത്തവരുത്തെന്നും പറഞ്ഞു, ചിലർ നമ്മൾ ക്രിസ്റ്റഫർ നോളാന്നും പറഞ്ഞു. അപ്പോൾ രണ്ടും സംഭവിച്ചു അവിടെ. അത് കഴിഞ്ഞ് രണ്ടും ഒരേ തരത്തിൽ നമുക്ക് കൂട്ടിക്കെട്ടാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ. അത് എപ്പോഴും അങ്ങനെയാണ്. ചില സിനിമകൾ നമ്മൾ എഴുതി കഴിയുമ്പോഴത്തേക്കും അത് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടില്ല കുറെ പേർക്ക്. അപ്പൊ അവര് നമ്മൾ സ്വാഭാവികമായിട്ട് ഇയാൾ എന്തോ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് ചോദിക്കും. അത് നമ്മൾ കേൾക്കണം. മനസ്സിലായ ആൾക്കാർക്ക് അമ്പോ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചു എന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് വിശേഷം വീണ്ടും മുന്നിലേക്ക് വരുന്നത്. വിശേഷം എന്ന സിനിമ വന്നപ്പോൾ ഞാനൊരിക്കലും ഞാൻ നടനാവുക എന്ന് പറഞ്ഞ കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്ക് ക്യാമറയുടെ പുറകിലുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ ചിന്തയിലുള്ളൂ. അപ്പോൾ ഒരു അവസരത്തിൽ സൂര്യചേട്ടൻ എന്നോട് ആദ്യം പറഞ്ഞു ഇത് ആനന്ദിന് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത്, കാരണം ഇത് മാർക്കറ്റ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ സിനിമയിൽ. അന്നേരം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബേസിലിൻ്റെ അടുത്ത് ഞാൻ കഥ പറയാൻ പോയിട്ടുണ്ട്. അപ്പോൾ ബേസിൽ എന്നോട് കഥ മുഴുവൻ കേട്ടിട്ട് ചേട്ടൻ എന്തെങ്കിലും ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരം സൂര്യചേട്ടനും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ സൂര്യചേട്ടൻ കുറച്ചധികം മിണ്ടിയില്ല. പിന്നെ എന്നോട് ചോദിച്ചു ആനന്ദ ഞാൻ വീണ്ടും ചോദിക്കും ഇത് ആനന്ദിന് ചെയ്താൽ നന്നാവും. അപ്പോൾ എൻ്റെ കോൺഫിഡൻസിൻ്റെയും എൻ്റെ ഇതായിട്ടുള്ള പ്രശ്നങ്ങളുടെയും ഭാഗമായിട്ടാണ് ഞാൻ അതുവരെയ്ക്കും സമ്മതിക്കാതിരുന്നത്. പക്ഷെ വളരെ കൺവിൻസിങ് ആയിട്ട് എന്തുകൊണ്ട് ഞാൻ ചെയ്യണം എന്നുള്ള ഉത്തരം എനിക്ക് തന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനത് ശ്രമിക്കാം. കാരണം ഞാൻ കഥ പറയുമ്പോൾ ഒരു പരിധിവരെ അഭിനയിച്ചുകൊണ്ടാണ് പറയാറ്. അപ്പോൾ അത് വെച്ചിട്ടാണ് സൂര്യചേട്ടൻ എന്നോട് CU എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് ഏറ്റവും വലിയ കാര്യം ഉണ്ടായത് ഇതിപ്പോൾ ഞാൻ നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് വരിക എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സിനിമയ്ക്കകത്ത്, അതിൻ്റെ വാണിജ്യപരമായിട്ടുള്ള കാര്യത്തിൽ. ആരുടെയും കുഴപ്പം കൊണ്ടല്ല അത്. അങ്ങനെ വന്ന അവസരത്തിൽ നമ്മളിങ്ങനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യും എന്നൊക്കെ ആലോചിച്ച സമയത്ത് സൂരജ് ടോം എന്നുള്ള ഞങ്ങളുടെ സംവിധായകൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ചങ്കൂറ്റം കൊണ്ടാണ് വിശേഷം എന്ന സിനിമ ഇന്ന് എല്ലാവരും കാണുന്നത്. കാരണം നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാം ആനന്ദേ, നമുക്ക് നോക്കാം, നമുക്ക് ഇറങ്ങി തിരിക്കാം എന്ന് ആ മനുഷ്യൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന വിശേഷം എന്ന സിനിമ ഉണ്ടാകുന്നത്. അതൊരു കൂട്ടായ പ്രവർത്തനമാണെങ്കിൽ കൂടി മുന്നിൽ നിന്ന് നയിക്കാൻ അത്തരം ആളുകൾ ഉണ്ടാവുകയും ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാകുന്നിടത്താണ് പലപ്പോഴും നല്ല സിനിമകൾ പിറക്കാറുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വിശേഷം നല്ലതാണെങ്കിൽ അതിൻ്റെ വളരെ വലിയൊരു കാരണങ്ങളിലൊന്ന് ആ ചങ്കൂറ്റം കൂടിയാണ്.